അങ്ങനെ നമ്മുടെ ശ്രുതി ചന്ദ്രനോട് പറയുന്നുണ്ട്, അമ്മേ ഞാൻ ശ്രുതി അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണമൊന്നുമില്ല, അവളെ എനിക്ക് ഒരു നോക്ക് കണ്ടാൽ മാത്രം മതി, അമ്മ അതിനെതിരെ നിൽക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ചന്ദ്രയ്ക്കാണെങ്കിൽ ശ്രുതിയോട് വല്ലാതെ പാവം തോന്നിയിട്ട് പറയുന്നുണ്ട്, എന്തിനാണ് അങ്ങോട്ട് നീ പോയി കാണാൻ പോകണം, നാളെ നമുക്ക് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിൽ വല്ലാതെ സന്തോഷിക്കുന്നുണ്ട്. എന്തായാലും ചന്ദ്ര പറയുന്നുണ്ട്, നിനക്ക് എല്ലാം മറന്ന് അവളുടെ ഒപ്പം ജീവിക്കാൻ ആഗ്രഹമാണെങ്കിൽ ഇനി ഞാൻ ജീവിച്ചോ, ഞാൻ അതിനൊരിക്കലും തടസ്സം നിൽക്കണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ചന്ദ്രയും ശ്രുതിയും കൂടി നാളെ കൂട്ടിക്കൊണ്ടുവരാൻ തീരുമാനിക്കുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് എന്തായാലും നമ്മുടെ ശ്രുതിയെ വിളിച്ചിട്ട് അറിയിക്കുന്നുണ്ട്, നമ്മളെ ശ്രുതി നാളെ ഞങ്ങൾ വരുന്നുണ്ട് നിന്നെ കൂട്ടിക്കൊണ്ടുവരാമെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തീരുമാനം ആൻറ്റി മാറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാം നമ്മുടെ കുട്ടി ആലോചിച്ചിട്ടായിരിക്കും, നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ശ്രുതി ഫോൺ കട്ടാക്കിയിട്ട് നമ്മൾ നേരെ ചിലയിടത്ത് മീരയുടെ എഴുതിക്കാണ്. മീര പറയുന്നുണ്ട് ശ്രുതിയോട്, ഞാൻ ഇത്രയും മണ്ടന്മാരെൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ ഒന്നും മറന്നിട്ടില്ല, ആൻറ്റി എന്നോട് കാണിച്ചതൊന്നും മറന്നിട്ടില്ല, ഞാൻ അവിടെ എങ്ങനെയെങ്കിലും കയറി പറ്റട്ടെ, എന്നിട്ട് ഞാൻ ആൻറ്റി സമാധാനത്തോട് ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ ചന്ദ്ര നേരെ ചെല്ലുന്നത് നമ്മുടെ സച്ചിയുടെ അടുത്തേക്കാണ്. എന്നിട്ട് സച്ചിയോട് ചോദിക്കുന്നുണ്ട്, നാളെ എനിക്ക് വേണ്ടി നീ ഒന്ന് ഓട്ടം വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ സച്ചി പറഞ്ഞു, അതിനെന്താമ്മേ ഞാൻ വരാമെന്ന് പറയുന്നുണ്ട്. ഓട്ടം മാത്രം പോരാ, നിൻ്റെ സഹായം എനിക്ക് വേണമെന്ന് പറയുന്നത്. എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്ത് തരാമെന്ന് പറയുന്നത് നമ്മുടെ സച്ചി. ആ സമയത്ത് നമ്മുടെ ചന്ദ്ര പറഞ്ഞ് ശ്രുതിയെ കൂട്ടിയിട്ട് നേരെ നമ്മൾ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. അവൾക്ക് ശരിക്കും പ്രഗ്നൻ്റ് ആണോ ഇല്ലേ നമ്മൾ അറിഞ്ഞിട്ട് മതി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അതിന് നമ്മുടെ സച്ചി പറഞ്ഞു, ഒക്കെ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിട്ട് എന്തായാലും പിറ്റേ ദിവസം രാവിലെ ആവേണ്ട എല്ലാവരും പുറപ്പെടുന്നുണ്ട് നമ്മൾ ശ്രുതിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചന്ദ്രയ്ക്കാണെങ്കിൽ ആകെ സംശയം, ശരിക്കും ശ്രുതി ഗർഭിണിയാണോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.